ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ സേവിയർ. ഇന്ന് നമുക്ക് മഞ്ഞളിൻ്റെ ഗുണങ്ങളെപ്പറ്റി പരിശോധിക്കാം. മഞ്ഞളിൻ്റെ ബൊട്ടാനിക്കൽ നെയിം കർക്യൂമ ലോങ്ക എന്നാണ്. ഫാമിലി നെയിം ജിഞ്ചിബറേസി ഫാമിലി, കർക്യൂമ ലോങ്ക ബൊട്ടാനിക്കൽ നെയിം. ഇനി ഇതിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രസം തിക്ത കടുരസത്തോടു കൂടിയതും ഉഷ്ണവീര്യത്തോടു കൂടിയതുമാണ് മഞ്ഞൾ. അതുപോലെ ലഘു രൂക്ഷ ഗുണമാണ്, കടുവിഭാഗമാണ്. ഇതിൻ്റെ ദോഷകർമ്മം കഫ പിത്ത ദോഷങ്ങളെ ശമിപ്പിക്കുന്നു. അതുപോലെ വിഷഹരത്വമുണ്ട്. ഇനി നമുക്ക് നിത്യജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന ചില പ്രയോഗങ്ങളെപ്പറ്റി പരിശോധിക്കാം. അതായത് വിഷഹരത്വമുള്ളതുകൊണ്ട് സ്കിൻ ഡിസീസിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നമുക്ക് ഈ പഴുതാര അതുപോലുള്ള ഇഴജന്തുക്കളെ കടിച്ച് ഒക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ തേനീച്ച കുത്തുക, കടന്നൽ കുത്തുക, അത്തരം അവസ്ഥയിൽ നമുക്ക് തുളസിയിലയും വില്ലുവാതി ഗുളികയും പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് ആ കടിച്ച ഭാഗത്ത് പുരട്ടിയാൽ അതിൻ്റെ ആ സ്റ്റിങ് തറച്ചു നിന്നതുകൊണ്ടുണ്ടാകുന്ന വേദനയും കടച്ചിലും മാറാനായിട്ട് സഹായിക്കും. പച്ചമഞ്ഞളും തുളസിയിലയും വില്ലുവാതി ഗുളിയും കൂടെ അരച്ച് പുരട്ടുക. അതുപോലെ ചൂട് കാലത്ത് ദേഹത്താകെ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചെറിയ ചുവന്ന് തടിച്ച കുരുക്കൾ വരും. ആ അവസ്ഥയിൽ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും കൂടെ, കക്കുന്ന വേപ്പിലയും കൂടെ അരച്ച് ദേഹത്തൊട്ടാകെ പുരട്ടി, അതുപോലെ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകുക. ഈ സമയത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈനെസ് കൂടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കടലമാവ് തേച്ച് കുളിപ്പിക്കാം. സോപ്പിന് പകരം കടലമാവ് ശുദ്ധജലം ചേർത്ത് കുഴമ്പ് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് തേച്ച് കുളിപ്പിക്കുക. പച്ചമഞ്ഞളും ആര്യവേപ്പിലയും ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് പച്ചമഞ്ഞളും ആര്യവേപ്പിലയും കൂടെ അരച്ച് ദേഹത്താകെ പൂശിയതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഈ വെള്ളം സഹിക്കാവുന്ന ചൂടോടെ വെള്ളം വീഴ്ത്തി കടലമാവ് ഉപയോഗിച്ച് തേച്ച് കഴുകിക്കളയാം. ഇത് ആ ചുവന്ന് തടിച്ചു വരുന്ന കുരുക്കൾക്ക്, ചൂടുകുരു വരുന്നില്ലേ ദേഹത്താകമാനം, അത് മാറാനായിട്ട് സഹായിക്കും. അതുപോലെ ഈ ഡസ്റ്റ് അലർജി, സ്നീസിങ്, അത്തരം അവസ്ഥയിൽ പച്ചമഞ്ഞൾ അരച്ചിട്ട് പരുത്തിശീലയിൽ പുരട്ടിയിട്ട് പരുത്തിശീലയിൽ പരത്തിയതിന് ശേഷം അത് തുണി ചുരുട്ടുക. എന്നിട്ട് തണലിൽ വെച്ച്, നിഴലിൽ വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ആ തിരി നെയ്യിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ വേപ്പെണ്ണയിൽ മുക്കിയിട്ട് കത്തിക്കുക. അപ്പോൾ അതിന്ന് വരുന്ന പുക മൂക്കിലൂടെ ശ്വസിച്ച്, മൂക്കിലൂടെ വലിച്ച് വായിലൂടെ പുറത്തേക്ക് വിടണം. മൂക്കിലൂടെ ശ്വാസം വലിച്ച് വായിക്കൂടെ വിടുക. അങ്ങനെ ചെയ്യുന്നത് ആ മൂക്കടപ്പും നേസൽ പോളിപ്പ്, അങ്ങനെ ഡസ്റ്റ് അലർജി, അത്തരം അവസ്ഥകൾക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, സംശുദ്ധമായ മഞ്ഞൾപ്പൊടി ഒരു അര ഗ്ലാസ് ചൂടുള്ള പാലിൽ കലക്കിയിട്ട് അതിരാവിലെ ദിവസേന സേവിക്കുന്നതും ഇത്തരം രോഗാവസ്ഥയ്ക്ക് ശമനം നൽകാനായിട്ട് സഹായിക്കും. അതുപോലെ ഉണക്കമഞ്ഞളും ഉണക്കനെല്ലിക്കയും 1:5 എന്ന അനുപാതത്തിൽ ഒരു ഭാഗം മഞ്ഞളിന് 5 ഭാഗം ഉണക്കനെല്ലിക്ക, ഇത് ഈ തോതിൽ പൊടിച്ചെടുത്തിട്ട് ദിവസേന രാവിലെ ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെയും വൈകിട്ടും, രാത്രി ഭക്ഷണത്തിന് മുൻപ്, കാലത്ത് ഭക്ഷണത്തിന് മുമ്പ് 2 നേരം 1-1.5 ടീസ്പൂണ് ഈ അനുപാതത്തിൽ പൊടിച്ചു വെച്ചിരുന്ന ചൂർണം കലക്കി കഴിക്കുന്ന പ്രമേഹം ശമിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ആശയവുമായി അടുത്ത ദിവസം കാണാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.